Welcome to Asina's Food World. ഇന്ന് ഞാൻ കാബേജ് പക്കോടയാണ് ഉണ്ടാക്കുന്നത്. ഇത് 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിനധികം സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ചെറുതായി മുറിച്ചെടുത്ത കാബേജ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇതിവിടെ നല്ലോണം കുഴച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കരുത്. ഇത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു കടായി ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പക്കോട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. ഇത് ഇവിടെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി മറ്റേ സൈഡും തിരിച്ചിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഇതിവിടെ ഗോൾഡൻ കളറിലായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കനിലും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.